നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുക. എന്ത് രസമായിരിക്കും അല്ലേ? വർഷങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് മുൻപും ഉള്ള ലോകത്തെ കാണാൻ സാധിക്കുക. എന്നാൽ ഒരു 250 ദശലക്ഷം വർഷങ്ങൾ പിന്നോട്ട് പോകാൻ നമുക്ക് ധൈര്യമുണ്ടോ? ചുട്ടുപൊള്ളുന്ന ആ ഭൂമിയെ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. അവിടെ സ്വൈര്യവിഹാരം നടത്തുന്ന ഡിനോസറുകളുടെ അരികിലേക്ക് എത്തിയാലോ? ഓർക്കാനേ പറ്റില്ല അല്ലേ? പക്ഷേ ആ ജീവിവർഗത്തെക്കുറിച്ചുള്ള പഠനങ്ങളും പുതിയ കണ്ടെത്തലുകളും നമുക്ക് എന്നും കൗതുകകരമാണ്. അങ്ങനെ ഒരു കണ്ടെത്തലാണ് ശാസ്ത്രം നമുക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. 9 കോടി വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയിൽ ജീവിച്ചിരുന്ന അതിഭീമൻ ഡിനോസറിന്റെ ഫോസിലുകളാണ് ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 30 മീറ്റർ നീളവും 74 ടൺ ഭാരവുമുള്ള ടൈറ്റനോസറിന്റെ വിഭാഗത്തിൽപ്പെട്ട ഭീമാകാരൻ ഡിനോസറിന് ശാസ്ത്രം നൽകിയ പേരാണ് ബസ്തിംഗോറി ടൈറ്റാൻ ശിവ. എന്താണ് ഈ വലിയ ജീവിക്ക് ശിവനുമായുള്ള ബന്ധം? ഹിന്ദു പുരാണവുമായി അർജന്റീനയിലെ ഈ ഭീമൻ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1993 പുറത്തിറങ്ങിയ ജുറാസിക് പാർക്കിലൂടെയാണ് ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഈ ഭീമൻ മൃഗത്തെ പരിചയപ്പെട്ടു കാണുക. ഹോളിവുഡിലെ ഹിറ്റ് ചിത്രം മാത്രമായിരുന്നില്ല ജുറാസിക് പാർക്ക്, മറിച്ച് ഭൂമിയുടെ ഭൂതകാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിവർഗത്തിന്റെ പുനരാവിഷ്കാരം കൂടിയായിരുന്നു ആ ചിത്രം. ഒരു കാലത്ത് ഭൂമിയിൽ വിഹരിച്ചു നടന്ന ജീവിവർഗമായിരുന്നു ഡിനോസറുകൾ. കാലക്രമേണ ഇവ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. ഇവയെക്കുറിച്ചുള്ള പഠനവും പുതിയ കണ്ടെത്തലും എന്നും മനുഷ്യന് ഏറെ ആകാംക്ഷ നിറഞ്ഞതാണ്. ഡിനോസറുകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. 9 കോടി വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയിൽ ജീവിച്ചിരുന്ന അതിഭീമൻ ഡിനോസറിന്റെ ഫോസിലാണ് ഡിനോസർ വിഷയത്തിലെ ന്യൂ അപ്ഡേറ്റ്. ഭീമാകാരനായ ഇവയുടെ ഫോസിൽ കണ്ടെത്തിയതിന്റെ ഞെട്ടലിലാണ് ശാസ്ത്രലോകം. ഹിന്ദുദേവനായ ശിവന്റെ പേരാണ് ശാസ്ത്രജ്ഞർ ഈ ഡിനോസറിന് നൽകിയിരിക്കുന്നത്. സംഹാരത്തിന്റെ ദൈവമാണല്ലോ ശിവൻ, അതുകൊണ്ടാണ് ഈ പുതിയ ഇനത്തിന് ഈ പേര് നൽകിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞരുടെ വിശദീകരണം. ബസ്തിംഗ് ഗോറി ടൈറ്റാൻ ശിവ എന്നാണ് ഡിനോസറിന്റെ മുഴുവൻ പേര്. ഇവയുടെ ആനിമേഷൻ വീഡിയോയും ശാസ്ത്രലോകം ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. 2023 ഡിസംബർ 18 ആക്ട പാലിയന്റോളജിക്ക പോളോണിക് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഈ വലിയ ഡിനോസറിന് 30 മീറ്റർ നീളവും 74 ടൺ ഭാരവുമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയവയിൽ വെച്ച് ഏറ്റവും വലിയ ഡിനോസർ വിഭാഗമായ ടൈറ്റനോസറിന്റെ ഏറ്റവും വലിയ ഇനത്തെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. അർജന്റീനയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ന്യൂക്കൻ പ്രവിശ്യയിൽ നിന്നാണ് ഫോസിലുകൾ ലഭിച്ചത്. 90 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ് ബസ്തിംഗോറി ടൈറ്റാൻ ശിവ എന്നാണ് നിഗമനം. ഇതുവരെ കണ്ടെത്തിയവയിൽ വെച്ച് ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഇതുവരെ കണ്ടെത്തിയവയിൽ വെച്ച് ഏറ്റവും വലിയ ഡിനോസറായ അർജന്റീനോ സോറസിന്റെ ഭാരം 77 ടണ്ണായിരുന്നു. മാനുവൽ ബസ്റ്റിംഗോറി എന്ന കർഷകനാണ് 2000 ന്യൂക്കൻ പ്രവിശ്യയിലെ തന്റെ കൃഷിഭൂമിയിൽ നിന്ന് ശിവയുടെ ആദ്യത്തെ ഭീമാകാരമായ ഫോസിൽ കണ്ടെടുക്കുന്നത്. ഏകദേശം 245 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ട്രയാസിക് കാലഘട്ടത്തിലാണ് ഡിനോസറുകൾ ജീവിച്ചത്. അന്ന് ഭൂമി ഇന്നത്തെ ഭൂമിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. 7 വൻകരകൾ അന്ന് ഭൂമിയിലില്ല. പാൻജിയ എന്ന ഒരൊറ്റ വൻകരയായിരുന്നു അന്നുണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പാൻജിയ വേർപെട്ട് നിരവധി വൻകരകളായപ്പോൾ ഡൈനോസറുകളും ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളിലേക്കും ചേക്കേറി. ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ച് നിരവധി ഡിനോസർ വിഭാഗങ്ങളായി അവർ പരിണമിച്ചു. 1000ഓളം വർഗത്തിൽപ്പെട്ട ഡിനോസറുകളെ മാത്രമേ ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. കൈക്കുള്ളിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഡൈനോസറുകൾ മുതൽ 17ഓളം ആഫ്രിക്കൻ ആനയുടെ ഭാരമുള്ള ഡൈനോസറുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. ഇത്ര വലുപ്പമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ ഇവ മാംസാഹാരികളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവരിൽ ഭൂരിഭാഗം പേരും, അതായത് 60% ഡിനോസറുകളും സസ്യാഹാരികളാണ്. ബാക്കി വരുന്ന 40% പേരെയാണ് നമ്മൾ ഭയക്കേണ്ടത്. പൂർണ്ണ വളർച്ചയെത്തിയ മാംസാഹാരികളായ ടിറക്സ് വിഭാഗത്തിലെ ഡിനോസറിന്റെ പല്ലുകൾക്ക് കുറഞ്ഞത് 13 ഇഞ്ച് നീളമെങ്കിലും കാണും. ഇതിന്റെ കടിക്ക് ഇതിന്റെ ഭാരത്തിന്റെ അത്ര ശക്തി ഉണ്ടാകുമത്രേ. പറക്കാൻ കഴിയുന്ന ഉരകവർഗത്തിൽപ്പെട്ട ഡൈനോസറുകളും ഇവയ്ക്കിടയിലുണ്ട്. ഫൈറ്റർ ജെറ്റിനോളം വലുപ്പമുള്ളവരും ഈ പറക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ദിനോസോറിയ എന്ന ജീവശാഖയുടെ ഒരു കൂട്ടം ജീവികളാണ് ഡൈനോസറുകൾ അഥവാ ദിനോസറുകൾ. 245 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിലാണ് അവ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. എന്നിരുന്നാലും ഡിനോസറുകളുടെ പരിണാമത്തിന്റെ കൃത്യമായ ഉത്ഭവവും സമയവും ഇന്നും സജീവ ഗവേഷണ വിഷയമാണ്. 201.3 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് ജുറാസിക് വംശനാശം സംഭവിച്ചതിന് ശേഷം അവ ഭൂപ്രദേശങ്ങളിലെ പ്രധാന കശേരുകികളായി മാറി. ജുറാസിക് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ അവയുടെ ആധിപത്യം പിന്നെയും തുടർന്നു. പിൽക്കാല ജുറാസിക് കാലഘട്ടത്തിൽ പക്ഷികൾ ആധുനിക തൂവലുകളുള്ള ഡിനോസറുകളായെന്നാണ് ഫോസിൽ രേഖകൾ വ്യക്തമാക്കുന്നത്.
ഏതാണ്ട് 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ് പാലിയോജിൻ വംശത്തെ അതിജീവിച്ച ഒരേയൊരു ദിനോസർ വംശമാണ് പക്ഷികൾ. ജുറാസിക് കാലം തൊട്ട് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അന്ത്യം വരെ ഭൂമിയിൽ ഏറ്റവും പ്രാതിനിധ്യമുള്ള ജീവിവർഗമായിരുന്നു ഡിനോസറുകൾ. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഭൂമിയിലേക്ക് പതിച്ച ഉൽക്കയാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയത്. ഭൂമിയുടെ ചരിത്രം കണ്ട ഒരു വലിയ വംശനാശത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഒട്ടുമിക്ക ഡിനോസർ വർഗ്ഗങ്ങളും ഇല്ലാതായി. ഉൽക്ക പതിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല ഇവയുടെ വംശം ഭൂമിയിൽ നാമാവശേഷമായതെന്ന് പിന്നീട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പരിണിത ഫലമായി ഇന്ത്യയിലെ ഡെക്കാനിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ കൂടെ ഫലമായിട്ടാണ് ഡിനോസറുകൾ എന്നേക്കുമായി ഭൂമിയിൽ ഇല്ലാതാകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.